ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ്? അടുത്ത ഡയഗ്രാം ഏതാ? ആക്ടിവിറ്റി ഡയഗ്രവും സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്കത് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ഡയഗ്രത്തിന് അണ്ടറിൽ വരുന്നതാണ് ആക്ടിവിറ്റി ഡയഗ്രാം. അതിനകത്തുണ്ട് ബിഹേവിയറൽ ഡയഗ്രത്തിനകത്ത് അണ്ടറിൽ വരുന്നതാണ് ആക്ടിവിറ്റി ഡയഗ്രാം. അതെന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാം, ആക്ടിവിറ്റി എന്ന് പറഞ്ഞ UML ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഷോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത് നടക്കുന്ന കൺട്രോൾ ഫ്ലോ, ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഫ്ലോ ഓഫ് കൺട്രോളിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇത് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആണ്. ഒരു സിസ്റ്റത്തിനകത്ത് നടക്കുന്ന സീരീസ് ഓഫ് ആക്ഷൻസിനെയാണ് ഇത് വിഷ്വലി ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് എന്തെന്നും പറയാൻ പറ്റും? ഒരു ആക്ടിവിറ്റി ഡയഗ്രത്തിനെ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫ്ലോ ചാർട്ട് എന്നും പറയാൻ പറ്റും. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുറേ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഇത് സിമിലർ ടു ഫ്ലോ ചാർട്ടാണ്. നമ്മൾ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിയിൽ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് വരയ്ക്കും? അതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കും. എന്നിട്ട് ആ ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രാം എഴുതുന്നത്. നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു 2 നമ്പറിനെ ആഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അതിൻ്റെ ഫ്ലോ ചാർട്ട് വരച്ച് വെക്കും. ഫ്ലോ ചാർട്ട് വരച്ചിട്ടാണ് നമ്മൾ ആ ഫ്ലോ ചാർട്ട് വെച്ചിട്ടാണ് അത് ആ ഒരു പ്രോഗ്രാമിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം സിമിലറാണ് ആ ഒരു ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷനെയാണ് എന്ത് നമ്മൾ പറയുക? ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്ത് കണ്ടോ, എക്സാമ്പിൾ കണ്ടോ, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഇൻപുട്ട് കൊടുത്തു. എന്നിട്ട് എന്താ? കണ്ടീഷൻ. ഇതെന്ന് പറയുന്നത് എന്താണ്? ലൂപ്പാണ്. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു. ട്രൂ ആണെങ്കിൽ പ്രോസസ്സ് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പിലും കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് എൻഡ് സ്റ്റേറ്റിൽ എത്തും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഫ്ലോ ചാർട്ട് എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഇതിനകത്തും കാണിക്കുന്നത്. പിന്നെന്താ, ഇതെന്ന് പറയുന്ന വേറൊരു എക്സാമ്പിളാണ്. ഇതെന്താ, നമ്മളൊരു മെയിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഒരു മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ, അതെന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആണ് അതിനകത്ത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ പോവും. സ്റ്റാർട്ട് ചെയ്തിട്ട് മെയിൽ ഓപ്പൺ ചെയ്യും. അതിനുശേഷം എന്താണ്? ഒരു ഡിസിഷൻ നോഡ്. ഇതെന്ന് പറഞ്ഞാൽ ഡിസിഷനാണ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഡിസിഷൻ നമ്മൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മെയിലിനെ റീഡ് ചെയ്യും, അല്ലെങ്കിൽ മെയിലിനെ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് എന്തോ രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ടിലോട്ട് റീച്ച് ചെയ്യും. അപ്പം സിമിലർലി ഒരു ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷനെ നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മളിതാ ആക്ടിവിറ്റി ഡയഗ്രാം വെച്ച് ആക്ടിവിറ്റി എന്ന് പറയുന്ന UML ഡയഗ്രാം നമ്മൾ ഫ്ലോ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഫ്ലോ ഓഫ് കൺട്രോൾ ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ആക്ടിവിറ്റി ഡയഗ്രത്തിനകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനെന്ന് പറയുമ്പോഴത്തേക്കും കുറേ സ്റ്റെപ്പുകളെ ആയിരിക്കും ഈ ഒരു UML ഡയഗ്രാം വെച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കുറേ സീരീസ് ഓഫ് സ്റ്റെപ്പുകളെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിനകത്തെന്ന് പറയുന്ന കഴിഞ്ഞാൽ ക്ലാരിഫയിങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് യൂസ് കേസ്. അതെന്ന് പറയുമ്പോഴത്തേക്കും കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യൂസ് കേസിനെ എല്ലാം സിംപ്ലി നമുക്ക് ഓരോരോ സ്റ്റെപ്പുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? മെത്തേഡ്സും ഫങ്ഷൻസും ഓപ്പറേഷൻസും ആയിരിക്കും ഇതിനകത്തുള്ളത്. മെത്തേഡ്സും ഫങ്ഷൻസും ഓപ്പറേഷൻസും ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിളാണ്. ഇതിനകത്ത് 2 എണ്ണത്തിനെ നമ്മൾ മെർജ് ചെയ്ത് വെച്ചിട്ടാണ്, 2 എണ്ണത്തിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു മോഡറേറ്ററും ഉണ്ടാവും, ഒരു ഓതറും ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ആ ആർട്ടിക്കിൾ ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പബ്ലിഷ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും. അതിനകത്ത് എന്തുണ്ടാവും? ഒരു മോഡറേറ്റർ ഉണ്ടാവും. ആ മോഡറേറ്റർ എന്ത് ചെയ്യും? ഈ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള നമ്മൾ കൊടുത്ത സാധനം പബ്ലിഷ് ചെയ്യാനായിട്ട് അതിനുള്ള കറക്റ്റ് അത് എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണോ എന്ന് ചെക്ക് ചെയ്യും. അതിൻ്റെ സ്റ്റാറ്റസ് നോക്കും. അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള ഒരു ഇതാണെങ്കിൽ എന്ത് ചെയ്യും? പബ്ലിഷ് ബുക്ക് എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നോട്ട് പബ്ലിഷ്ഡ്, അത് റിജക്റ്റ്, ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കല്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എൻഡ് ഓഫ് ഫ്ലോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിനകത്തുള്ള നോട്ട്സ്, മെയിനായിട്ടുള്ള നോട്ട്സിനെ പറ്റി. ഇപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറയാൻ പോവാം. അതായത് കുറേ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പലുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെയാണ് ഇനി പറയുന്നത്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട്സിനകത്ത് കുറേ നോട്ടുകളുണ്ട്. ആക്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് നോട്ടുണ്ട്, എൻഡ് നോഡുണ്ട്.
ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റെപ്പ് ആക്ടിവിറ്റി വെദർ ദ യൂസർ ഓഫ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം എ ഗിവൺ ടാസ്ക്. അതായത് ആദ്യം ഇനിഷ്യലി നമ്മൾ കാണുന്ന ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ ഒരു സ്റ്റെപ്പ് പിന്നെ റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇനിഷ്യൽ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാർട്ട് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ബിഗിൻ ചെയ്യുന്നു, തുടങ്ങാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി ബിഗിൻ ചെയ്യുന്ന നോഡിനെയാണ് സ്റ്റാർട്ട് നോഡ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് നോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് സർക്കിൾ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് നോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻഡ് നോഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും. ഫൈനൽ, അതായത് ആ ഒരു സ്റ്റെപ്പിൻ്റെ എൻഡായി തീർന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് സർക്കിൾ വെച്ച്, ഔട്ട്ലൈൻഡ് ബ്ലാക്ക് സർക്കിൾ വെച്ചിട്ടായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഔട്ട്ലൈൻഡ് ബ്ലാക്ക് സർക്കിൾ വെച്ചിട്ടായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫൈനൽ എൻഡ് നോഡ്. ദെൻ കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് കണക്റ്റേഴ്സ് വെച്ചിട്ടല്ല, ലിങ്ക്സ് വെച്ചിട്ടായിരിക്കും അത് കണക്ട് ചെയ്യുന്നത്. ദെൻ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ഓർഗനൈസ് നോട്ട്സ് ഇൻ ദ ആക്ടിവിറ്റി ഡയഗ്രം, രണ്ട് നോഡുകളെ ഓർഗനൈസ് ചെയ്യുന്നു. അതായത് ഒരു ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇതുപോലെ രണ്ട് പാർട്ടീഷനാണ്. അപ്പോൾ രണ്ട് പാർട്ടീഷനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മളെന്താ പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാർട്ട് സിമ്പലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ബ്ലാക്ക് സർക്കിൾ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ടാസ്ക്, നമ്മൾ നോർമലി ഫ്ലോ ചാർട്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, ഓരോ സ്റ്റേറ്റുകളെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആക്ടിവിറ്റി സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആക്ഷനെ ആയിരിക്കും നമ്മൾ എന്താ പറയുക, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്വയർ ഫോമിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഫ്ലോ, ഒരു ആക്ടിവിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റ് ഫ്ലോയിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടായിരിക്കും ഒബ്ജക്റ്റ് നോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനൽ സിമ്പൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൻ്റെ ഫുൾ എൻഡല്ല, ഒരു ഫ്ലോ എൻഡായി. അതായത് ഇപ്പം ഒരു സ്റ്റാർട്ട് ചെയ്തു, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എൻഡ് സ്റ്റേറ്റിലോട്ട് പോകും, റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരു സ്റ്റേറ്റിലോട്ട് പോയി അവിടെ എൻഡ് ചെയ്യും. എന്നിട്ട് ആ ഫുൾ സിസ്റ്റം എൻഡ് ചെയ്യുന്നത് വേറൊരെണ്ണത്തിലായിരിക്കും. അപ്പോൾ ഒരു ഫ്ലോ, അതായത് സ്റ്റാർട്ട് ചെയ്തു, പബ്ലിഷ് ചെയ്തു, ദെൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിലോട്ട് പോയി എൻഡ് ചെയ്യുക. ആ ഒരു ഫ്ലോ അവിടെ തീർന്നു. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫ്ലോ എൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലോ ഫൈനൽ സിമ്പൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ എൻഡ് സിമ്പൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എൻഡായി, അതായത് അത് സ്റ്റാർട്ട് ചെയ്തു, ഫുൾ എക്സിക്യൂഷൻ നടന്ന ആ സിസ്റ്റത്തിന് നമ്മൾ വെളിയിൽ വന്നു. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് ഡബിൾ സർക്കിൾ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആക്ഷൻ ഫ്ലോ ഓർ കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്റ്റേറ്റ് ട്രാൻസിഷനാണ്. അതായത് ഒരു സിസ്റ്റത്തിനകത്തുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ആ ഒരു ട്രാൻസിഷൻ, അതിനെയാണ് നമ്മൾ ലിങ്ക് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതുപോലെ ഒരു സിംഗിൾ ആരോ ഹെഡ് വെച്ചിട്ടായിരിക്കും നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ സിങ്ക്രണൈസേഷൻ ബാർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ആക്ഷൻസിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ജോയിൻറ്റ് സിമ്പൽ ഓർ സിങ്ക്രണൈസേഷൻ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സിങ്ക്രണൈസേഷൻ ബാർ എന്ന് പറഞ്ഞത്. ഈ ഒരു അപ്പോൾ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ആക്ഷൻസ് വന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഔട്ട്പുട്ട് വരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ ബാർ എന്ന് പറയുന്നത്. ഫോർക്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ തിരിച്ച് റിവേഴ്സ്, അതായത് ഒരു ഫ്ലോ വന്നിട്ട് അതിൽ നിന്ന് ഡിഫറെൻറ്റ് ഇതിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകണം. ഒരെണ്ണത്തിൽ നിന്നോട്ട് ഒരു സിങ്ക്രണൈസേഷൻ ബാറിലോട്ട് വന്നിട്ട് അതിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് വരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോർക്ക് സിമ്പിൾ എന്ന് പറയുന്നത്. ലൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും. ഒരു ട്രയാങ്കിളിന് നമ്മൾ ഡാഷ്ഡ് ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ ആക്ഷൻസ് ഇങ്ങനെ നമ്മൾ കൗണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് ലൂപ്പ് ചെയ്ത് പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതായത് ഒരു റിക്കർസീവായിട്ട് ആ ഒരു ഫംഗ്ഷനെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനാണ് നമ്മൾ ലൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഡാഷ്ഡ് ലൈൻ വെച്ചായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഡിസിഷൻ നോഡ് എന്ന് പറഞ്ഞില്ലേ, ഒരു വന്നിട്ട് നമ്മൾ ഡിസിഷൻ ടേക്ക് ചെയ്യും. ഇഫ് അത് ഫോൾസ് ആണെങ്കിൽ ഒന്നിലോട്ട് പോകും, അല്ലെങ്കിൽ അത് വേറൊരു കണ്ടീഷനിലോട്ട് പോകും. അപ്പോൾ അതിനെയാണ് നമ്മളെന്താ ഡിസിഷൻ നോഡ്. ഇങ്ങനെയായിരിക്കും ഡിസിഷൻ നോഡ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിന് മുന്നേ ഫ്ലോ ചാർട്ടിൽ എങ്ങനെയാണോ ഡിസിഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ സിമിലർ അതേപോലെയാണ് ഇവിടെയും
റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ മെർജ് നോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സ്റ്റേറ്റിലോട്ട് മാറ്റുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, മെർജ് നോഡ് എന്ന് പറയുന്നത്. ദെൻ അക്സെപ്റ്റിംഗ് ആൻ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. അതെന്തെന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇവൻറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ വന്നിട്ട് ആ ആക്ഷൻ പെർഫോം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്, അതായത് അതിനെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു സ്റ്റേറ്റിലോട്ട് പോകും. വെയിറ്റ് ചെയ്യും, ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ഫ്ലോ അടുത്ത സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, അക്സെപ്റ്റിംഗ് ആൻ ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സെൻഡിങ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻഡിങ് എ സിഗ്നൽ മീൻസ് ദാറ്റ് സിഗ്നൽ ഈസ് ബീയിങ് സെൻഡ് ടു ആൻ അക്സെപ്റ്റിംഗ് ആക്ടിവിറ്റി. ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു സിഗ്നൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്താ പറയുക, സെൻഡിങ് സിഗ്നൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് സിംലൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ആക്ടിവിറ്റീസിനെല്ലാം ഗ്രൂപ്പ് ചെയ്ത് ഒരു സിംഗിൾ ത്രെഡാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, സിംലൈൻസ് എന്ന് പറയുക. ഇപ്പം അതിനകത്ത് ഹൊറിസോണ്ടൽ സിംലൈൻസും വരാം, വെർട്ടിക്കൽ സിംലൈൻസും വരാം, അല്ലെങ്കിൽ റോസ് ഓർ കോളംസ് ആയിട്ടും സിംലൈൻസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സെല്ലർ എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഈ രണ്ടിനെയും നമ്മൾ എന്ത് പറയാം, ഇതിനകത്തൊക്കെ വെർട്ടിക്കൽ സിംലൈൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യുകയാണ്, കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സ്റ്റേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പം കസ്റ്റമർ പാർട്ടിലെയും സെല്ലർ പാർട്ടിലെയും കൂടെ തമ്മിൽ കമ്പൈൻ ചെയ്തൊരു സിംഗിളാക്കി മാറ്റുകയാണ്. ഇത് ഓർഡർ പ്ലേസ്, അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്തു, നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് ഐറ്റം പാക്ക് ചെയ്ത് ദെൻ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളതിനെ അറേഞ്ച് ചെയ്തു, എന്നിട്ട് അതിനെ എൻഡ് ചെയ്യും. അപ്പം 2 എണ്ണം. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് കണ്ടോ, വെർട്ടിക്കലായിട്ടുള്ള സിംലൈൻസ് ആണ്, 2 എണ്ണവും 2 പാർട്ടുണ്ട്, കസ്റ്റമറും ദെൻ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ അതിനെ തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്തു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, സിംലൈൻസ് അല്ലെങ്കിൽ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ ഒരു ആക്ടിവിറ്റി ഡയഗ്രാമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സ്റ്റാർട്ട് ചെയ്യും, സ്റ്റെപ്പ് 1 പോവും. സ്റ്റെപ്പ് 1 കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് നോഡ് കൊടുത്തിട്ടുണ്ട്. അത് ട്രൂ ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും, ഫോൾസ് ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, വേറൊരു സ്റ്റേറ്റിലോട്ട് പോകും. ഇതിനകത്ത് പിന്നെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, സിങ്ക്രണൈസേഷൻ ബാർ യൂസ് ചെയ്ത് അതിനെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റെപ്പുകളെ തമ്മിൽ മെർജ് ചെയ്ത് ഒരു പുതിയ സ്റ്റെപ്പാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റെപ്പിലെന്ന് പറഞ്ഞാൽ ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ, ഈ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്നേ പറഞ്ഞാൽ എന്താണ്, കണ്ടീഷണൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ പറഞ്ഞില്ലേ, ലൂപ്പിംഗ് റെപ്രസെൻറ്റേഷനാണിത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഇങ്ങനെ കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് ഇതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇഫ് i = 0 ആണെങ്കിൽ എന്താണ്, കണ്ടീഷൻ പോവും. i <0 ആണെങ്കിൽ മാത്രം i++ കൊടുത്താൽ മതി. എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൊടുത്തിട്ടില്ല. ബിക്കോസ് എൽസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എൻഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് റീച്ച് ചെയ്യണം. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ഡയഗ്രാമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ദെൻ ആക്ടിവിറ്റി ഡയഗ്രാം, ഒരു സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റിൻ്റെ ആക്ടിവിറ്റി ഡയഗ്രാമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നോക്ക്, നമുക്ക് കുറേ സ്റ്റെപ്പ് ഓഫ് ആക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ഷൻസിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഡയഗ്രാം ഷോ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഇൻ ദ ഹാൻഡ്സ്, fill out the copy of enrollment form, register, inspect the form, register, determine that the form has been filled out properly, the registrar inform student to attend the university overview presentation, the registrar help the students to enroll the seminar, the registrar ask the students to pay the initial tuition fees. അപ്പോൾ എന്താണ്, ആദ്യം എന്താണ്, ഒരു സ്റ്റാർട്ട് സിമ്പിൾ വന്നു, അതിനുശേഷം എന്ത് ചെയ്യും, നമ്മളുടെ ഫോം ഫില്ല് ചെയ്യണം. ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്താ, കണ്ടീഷൻ നോക്കും, ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഡിസിഷൻ മേക്കിങ്ങിലോട്ട് പോകും. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിലോട്ട് പോകണം, ഒരു ഹെൽപ്പ്, ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പ് ചോദിച്ചു പോകണം. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഫില്ല് ചെയ്ത ഫോം കറക്റ്റ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുകയും വേണം. പ്ലസ് അതിനകത്ത് എന്താ ചെയ്യേണ്ടത്, ഈ സ്റ്റെപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഡിറ്റർമിൻ അത് ഫിൽ ഔട്ട് പ്രോപ്പർലി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പ്രസൻറ്റേഷനും ചെയ്യണം. അതുപോലെ തന്നെ സെമിനാറിന് വേണ്ടിയിട്ടും ഒരു പ്രാവശ്യം ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. യൂണിവേഴ്സിറ്റി ഓവർവ്യൂ പ്രസൻറ്റേഷനിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും, സെമിനാറിലും എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക,
ഒരു സിങ്ക്രണൈസേഷൻ ബാർ വെച്ചിട്ടുള്ളത്. ആ ഒരു സിങ്ക്രണൈസേഷൻ ബാറിൽ ഈ എന്താണ് കറക്റ്റായിട്ട് ഫോം ഫില്ല് ചെയ്ത ആൾക്കാർക്ക് രണ്ടെണ്ണത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, സെമിനാറിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സെമിനാറിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്താണ് പറയുന്നത്, ടു പേ ദ ഇനിഷ്യൽ ട്യൂഷൻ ഫീ. അപ്പം ഇനിഷ്യൽ ട്യൂഷൻ ഫീ എൻ്റർ ചെയ്യുക. അതിനുശേഷം എന്താ സിങ്ക്രണൈസ് ചെയ്തിട്ട് എന്താ ഒരു ഫൈനൽ ഔട്ട്പുട്ടിൽ റീച്ച് ചെയ്യുക. അപ്പോൾ അതാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഡ്രോ ചെയ്യുക, നമ്മളുടെ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ആ ഒരു ടൈപ്പാണ് സ്റ്റുഡൻസ് ആക്ടിവിറ്റി ഡയഗ്രാം. ദെൻ ഇതെന്ന് പറഞ്ഞൊരു സ്റ്റാഫ് എക്സ്പെൻസ് സബ്മിഷനാണ്. ഇതിനകത്ത് അതായത് ഇതിനകത്ത് 3 പോർഷൻസ് ഉണ്ട്. 3 എണ്ണത്തിന്, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ സിം ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 3 സിം ലൈൻസിന് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ജസ്റ്റ് ഇതിനകത്ത് ഇന്ന് നിങ്ങൾ ആദ്യം വേർഡ്സിൽ എഴുതി നോക്കുക. വേർഡ്സിൽ എഴുതി നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഈ ഒരു ഫിഗർ ഡ്രോ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഒരു എക്സ്പെൻസ് ഫോമിന ഫില്ല് ഔട്ട് ചെയ്യുന്നു. ദെൻ അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ തിരിച്ച് ഡ്രോ ബാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ വാലിഡേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, പേറോൾ ചെയ്യുന്നു. അതിനുശേഷം ഫയലിനെല്ലാം പേറോൾ ചെയ്യുന്നു. ദെൻ പേ എംപ്ലോയീസ്, ഫൈനൽ സ്റ്റേറ്റ്. അതിനകത്ത് ഇതിൻ്റെ സ്റ്റെപ്പ് ആദ്യം നിങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ വരച്ച് വെക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റിയൊക്കെ ഒരു കൺട്രോൾ ഫ്ലോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഡയഗ്രത്തിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഡയഗ്രാം എഴുതി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം.